ക്ലാസ്മേറ്റ്സിന്റെ ആദ്യത്തെ കഥയുടെ ക്രക്സ് സെയിം തന്നെയായിരുന്നു. പക്ഷെ ടോട്ടൽ ആംബിയൻസ് ഒക്കെ പിന്നീട് മാറിയതാണ്. ആക്ച്വലി അത് ബാംഗ്ലൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഒരു കഥയായിരുന്നു. അപ്പോൾ അത് സിദ്ദിഖ് ലാൽ സാറിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു, ലാൽ റിലീസ്. അതിൽ അവരോട് ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ പോയപ്പോൾ കഥ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഥ പറഞ്ഞു. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, തുടക്കവും അവസാനമൊക്കെ ഉഗ്രനാണ്, ഈ സിനിമ ഓടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഫ്ലാഷ് ബാക്കിലെ സ്റ്റോറി ലാൽ ജോസിന്റെ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമല്ല, കുറച്ച് കുക്ഡപ്പായിട്ട് തോന്നുന്നുണ്ടെന്ന്. ഞങ്ങൾ തിരിച്ചു പോന്നു, ഞാനും ജെയിംസ് ആൽബർട്ടും തിരിച്ചു പോന്നു. അന്ന് രാത്രി രണ്ടുപേരും നിശബ്ദരായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജെയിംസ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ജെയിംസിന്റെ ഫസ്റ്റ് ഫിലിമാണ്. 1.5 വർഷം അതിന് പുറകിൽ ജോലി ചെയ്തിട്ടാണ് അത് അതിലേക്ക് എത്തിയത്. അപ്പൊ ജെയിംസ് പറഞ്ഞു ശരിയാ വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ ബാംഗ്ലൂര് നഗരത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും അവിടുത്തെ ലൈഫ് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പറഞ്ഞു കേട്ട കഥകളും ഒക്കെയാണ്. നമുക്ക് സമ്പന്നമായിട്ടുള്ളൊരു കോളേജ് ലൈഫുണ്ട്, എനിക്കുണ്ട്, ജെയിംസിനും ഉണ്ട്. നമ്മളുടെ ക്യാമ്പസ് ലൈഫിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കുറച്ചുകൂടി ഉണ്ടാവും. അന്ന് രാത്രി ഞങ്ങളുടെ രണ്ടുപേരും ക്യാമ്പസിന്റെ കഥ, എൻ്റെ ഒറ്റപ്പാലം NSS കോളേജും ജെയിംസിന്റെ കൊല്ലം ഫാത്തിമയാണ്. അവിടുത്തെ കഥാപാത്രങ്ങളും അവിടുത്തെ കഥകളും അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു. പിന്നീട് മറ്റേ കഥ 1.5 വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു. ഇത് 3 മാസം കൊണ്ട് എഴുതിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.